ഇസ്രായേൽ മിസൈൽ ഇറാൻ വിമാനത്താവളത്തിൽ വീണപ്പോൾ ഇരട്ടി ഞെട്ടലായിരുന്നു. വീണ ശബ്ദത്തേക്കാൾ പ്രകമ്പനമായത് ഇനി യുദ്ധമോ എന്ന ചോദ്യം. ഒടുങ്ങിത്തീരാത്ത യുദ്ധങ്ങളുടെ തീപിടിച്ച ബാക്കിപത്രം വേദനയായി കൺമുന്നിൽ കരഞ്ഞു കലങ്ങി കണ്ണു ചുവന്നു നിൽപ്പാണ്. ഇനിയൊരു തീരാക്കലി കാണാൻ മനസ്സില്ലാത്തവരുടെ നെഞ്ചിടിപ്പാണ് ബോംബ് പതിച്ചതിനേക്കാൾ ഉച്ചത്തിൽ തുടർന്നു കേട്ടത്. ബദ്ധവൈരികളായ ഇസ്രായേലും ഇറാനും പോർ വിളിച്ചു തുടങ്ങുന്നത് യുദ്ധത്തിന്റെ സൂചനയോ? ഈ മാസം 13-ന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ന് വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ 85-ാം ജന്മദിനത്തിലാണ് ഇസ്രായേലിന്റെ തിരിച്ചടിയെന്നത് ശ്രദ്ധേയം. ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ഷഹീദ് സലാമി എയർബേസിലായിരുന്നു ആക്രമണം. ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ട് മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ശക്തമാക്കി. ഇസ്ഫഹാൻ പ്രവിശ്യയിലെ സൈനിക താവളത്തിനു സമീപമായി നിരവധി സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തിരിച്ചടി ഉണ്ടായതും. ഇറാൻ നഗരങ്ങളായ ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യോമഗതാഗതം ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചു. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിൽ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. ടെഹ്റാനിലെ ഇമാം ഖമനഈ രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടു. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇനി ഏതു തരത്തിലാകും ഇറാൻ മറുപടി നൽകുക എന്ന ആശങ്കയ്ക്കിടെയാണ് ഉടൻ തിരിച്ചടിയില്ലെന്ന് ഇറാൻ അറിയിച്ചത്. വലിയ സംഘർഷഭീതിയിൽ കഴിയുന്ന പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് ആശ്വാസമേകുന്നതാണ് ഇറാന്റെ പ്രതികരണം. ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവ സുരക്ഷിതമാണെന്നും ഇറാൻ മാധ്യമമായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. തിരിച്ചടി ഉടനില്ലാത്തത് ആക്രമണം നടത്തിയത് ആരെന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്തതിനാലാണെന്നാണ് വിശദീകരണം. ആക്രമണം നടത്തിയ വാർത്തയോട് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. ആണവ കേന്ദ്രമായിരുന്നില്ല ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ US സൈന്യം പങ്കാളികളല്ലെന്ന് വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്തുന്ന കാര്യം ഇസ്രായേൽ USനെ അറിയിച്ചിരുന്നതായാണ് വിവരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ പലതവണ ഇറാനും ഇസ്രായേലും കൊമ്പുകോർക്കാൻ തുടങ്ങിയിരുന്നു. പലപ്പോഴും ബെന്യാമിൻ നെതന്യാഹു ഇറാനെ പേരെടുത്തു തന്നെ താക്കീത് നൽകി. ഇതിന് ഇറാൻ മറുപടിയും നൽകിയിരുന്നു. ഈ മാസം 1-ാം തീയതിയാണ് സിറിയൻ തലസ്ഥാന പട്ടണമായ ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് കോംപ്ലക്സിൽ ആക്രമണമുണ്ടായത്. ഇസ്രായേലാണ് പിന്നിലെന്ന അണുവിട തർക്കമില്ലാതെ ഇറാൻ ആരോപിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സേനാ തലവന്മാർ അടക്കമാണ് ഇല്ലാതായത്. അത് ഇറാനെ സംബന്ധിച്ച വലിയ പ്രഹരമായി. തിരിച്ചടിക്കാതെ ഇറാന് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥ. അവിടുന്നാണ് പുതിയ പോർമുഖത്തിന്റെ തുടക്കവും. ഇസ്രായേലിനെതിരായ ഇറാന്റെ ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇത്. ബോംബുകൾ വഹിക്കുന്ന 100 കണക്കിന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ കുതിച്ചു. അതിമാരക ശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളും ബോംബ് വാഹക ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിച്ചതായി പിന്നാലെ ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ വാർത്താ ഏജൻസിയായ IRNA ന്യൂസ് വ്യക്തമാക്കുന്നത് പ്രകാരം 136 ഷഹായ് ഡ്രോണുകൾ ഈ സമയം ഇറാന്റെ ആകാശത്തുകൂടി കടന്നുപോയി. അത്ര വേഗത്തിലല്ലാതെ സഞ്ചരിക്കുന്ന ഡ്രോണുകളാണിവ. ഇവയടക്കം 170 ഡ്രോണുകളാണ് ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചത്. 120 ബാലിസ്റ്റിക് മിസൈലുകൾ, 30 ക്രൂസ് മിസൈലുകൾ എന്നിവ വേറെയും. ഇവയിൽ വളരെ കുറച്ചു മാത്രമാണ് തങ്ങളുടെ അതിർത്തിക്കുള്ളിലെത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. യുദ്ധ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സൈറൻ മുഴക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ഇസ്രായേലിന്റെ അതിർത്തിക്ക് മുകളിലെത്തും മുൻപ് തന്നെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായെന്നാണ് ഇസ്രായേലി അവകാശവാദം. ഇസ്രായേലിന് സ്വന്തം മിസൈൽ ഡിഫൻസ് സിസ്റ്റമുണ്ട്.
അതുകൊണ്ട് തന്നെ 100 കണക്കിന് മിസൈലുകളോ ഡ്രോണുകളോ കൊണ്ട് ആക്രമിച്ചാൽ പോലും ഇസ്രായേലിനെ തൊടാനാകില്ലെന്നാണ് വിശദീകരണം. വളരെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനം മിസൈൽ വേദ സംവിധാനമാണ്. മറ്റൊന്ന് ഏത് സാഹചര്യവും നേരിടാൻ സദാ സജ്ജമാക്കി നിർത്തിയിട്ടിരിക്കുന്ന ഫൈറ്റർ ജെറ്റുകളും. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഭീഷണികൾ പുത്തരിയല്ല. കാരണം അവരുടെ അതിർത്തിക്ക് ചുറ്റും എന്നും ശത്രുക്കളാണ്. പലസ്തീനിൽ ഹമാസുകൾ, ലബനോണിൽ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെ ഇറാൻ പിന്തുണയ്ക്കുന്ന സൈന്യം എന്നിങ്ങനെ. ഇവർക്കെല്ലാം രാഷ്ട്രീയമായും സാങ്കേതികമായും സൈനികമായുമെല്ലാം ടെഹ്റാനിൽ നിന്ന് ലഭിക്കുന്നത് പരിധികളില്ലാത്ത സഹായമാണ്. ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കളുടെ മധ്യത്തിലാണ് ഇസ്രായേൽ. ഇനിയൊരു തീപ്പൊരി പോലും യുദ്ധം ആളിക്കത്തിക്കുമെന്ന ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ലോകമാകെ ജാഗ്രതയിലാണ്. ആവനാഴിയിലെ ആണവായുധങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തെടുത്താലോ എന്ന പേടിക്ക് ആഴമേറെയാണ്. കരുതിയിരിക്കണം ഈ കാലം.